ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നന്ദി ഉള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തെ അടിസ്ഥാനമാക്കി ചില ചിന്തകളാണ് ധ്യാനിപ്പാനായി ദൈവകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായം വിശ്വാസത്തെക്കുറിച്ചുള്ള ചില അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ദൈവദാസനായിരിക്കുന്ന പൗലോസ് പ്രസ്താവിച്ചിരിക്കുന്നത്. വിശ്വാസം എന്നത് ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകും. കാണുന്ന ഒന്നിനു വേണ്ടിയല്ല, കാണാത്ത ഒന്നിനു വേണ്ടി ഓടുവാൻ ഇടയാകുന്ന ചരിത്രമാണ് ഈ എബ്രായ ലേഖനത്തിൽ നമുക്ക് ദർശിപ്പാനായി സാധിക്കുന്നത്. ഒന്നാമതായി അതോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശ്വാസത്തിന്റെ നടപ്പാണ്. അതിന്റെ 5-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവൻ എടുത്തുകൊണ്ടതിനാൽ കാണാതായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. വിശ്വാസത്തിന്റെ നടപ്പിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവദാസനായിരിക്കുന്ന ഹാനോക്കിനെ കുറിച്ച് അതിപ്രധാനമായ 4 കാര്യം നമുക്ക് കാണാം. ഒന്നാമതായി ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ദൈവത്തോടുകൂടെ നടക്കുന്ന ഒരു ഭക്തനായതുകൊണ്ട് ദൈവം അവനെ എടുത്തുകൊണ്ടു. ദൈവം അവനെ എടുക്കുവാനുള്ള കാരണം അവൻ ദൈവത്തോടുകൂടെ നടന്നു എന്നുള്ളതാണ്. ഏത് കാലഘട്ടങ്ങളിലും ദൈവത്തോടുകൂടെ നടക്കുന്ന ഒരു ഭക്തനെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. നാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എന്റെ നടപ്പ് നിന്റെ ചുവടുകളിലായിരുന്നു, എന്റെ കാൽ വഴുതുവാൻ സമ്മതിച്ചില്ല. നടപ്പ് കർത്താവിന്റെ ചുവടുകളിലാണെങ്കിൽ വഴുതാതെ, വീഴാതെ, താഴാതെ, തകരാതെ നടത്തുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവം ശക്തനായിരിക്കുന്ന ദൈവമാണ്. യൂദ പറയുന്ന ഇങ്ങനെയാണ്: വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുന്ന ദൈവം. വീഴാതെ ദൈവം നമ്മെ നിർത്തുക മാത്രമല്ല, ദൈനംദിനമായ ജീവിതത്തിൽ ആനന്ദത്തോടെ നമ്മെ നടത്തുവാൻ നമ്മുടെ ദൈവം ശക്തനായിരിക്കുന്ന ദൈവമാണ്. നമ്മുടെ ആനന്ദം എടുത്തു കളയുവാൻ, നമ്മുടെ സന്തോഷം നഷ്ടമാക്കുവാൻ ശ്രമിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. പിശാച് അറുക്കുവാനും മുടിക്കുവാനും തകർക്കുവാനും വന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് സമാധാനം തരുവാനാണ് ഈ ലോകത്തിലേക്ക് വന്നത് എന്ന് നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. ഇവിടെ ദൈവത്തോടുകൂടെ നടന്ന ഒരു ഭക്തൻ എബ്രായ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന പൗലോസ്ലീഹ പറയുന്ന എങ്ങനെയാണ്: അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന്. ഞാൻ വായിച്ച ഈ വാക്യത്തിൽ നിന്ന് കാണാം, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ പൗലോസ്ലീഹ ഗലാത്യ ലേഖനം 1:10 പറയുന്നു: ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ദാസനായിരിക്കാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ ദാസന്മാരായിരിക്കാൻ കഴിയണമെങ്കിൽ നാം ദൈവത്തെ പ്രസാദിപ്പിക്കണം. പഴയ നാം പഠിക്കുന്ന സമയത്ത് അനേക രാജാക്കന്മാരെ കുറിച്ച് വായിക്കുന്ന എങ്ങനെയാണ് അവർ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു എന്ന് നമുക്ക് കാണാനായി സാധിക്കുന്നു. എന്നാൽ പല രാജാക്കന്മാരെ കുറിച്ച് പറയുന്നത് അവർ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ദൈവത്തിന് ഇഷ്ടമായുള്ളത് ചെയ്യുന്ന വ്യക്തി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കുമെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. ഒന്നാമതായി ദൈവത്തോടുകൂടെ നടക്കുന്നവന് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി സാധിക്കുകയുള്ളൂ. മൂന്നാമതായി നമുക്ക് കാണാനായി സാധിക്കുന്നത് ഹാനോക്ക് ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചു എന്ന് കാണാനായി സാധിക്കുന്നു. മനുഷ്യർ ഇന്ന് നമ്മെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് നഷ്ടപ്പെട്ടു പോകാൻ അധികം ദിവസങ്ങളൊന്നും വേണ്ടി വരികയില്ല. എന്നാൽ ഇവിടെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് സർവശക്തനായിരിക്കുന്ന ദൈവത്താൽ ലഭിച്ച സാക്ഷ്യമാണ്. ആ സാക്ഷ്യം ലഭിക്കുക എന്നുള്ളത് സകല ഹൃദയങ്ങളെയും പരിശോധിക്കുന്ന അഗ്നിയാലയ്ക്കുന്ന കണ്ണുള്ളവനായ ദൈവത്തിന്റെ മുൻപിൽ സകലവും നഗ്നവും മലർന്നുമായി കിടക്കുന്നു. ആ ദൈവത്തിന്റെ മുൻപിൽ സാക്ഷ്യം പ്രാപിപ്പാനുള്ള ഭാഗ്യം ദൈവദാസനായിരിക്കുന്ന ഹാനോക്കിന് ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന കാര്യം. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതയാത്രയിൽ
നമുക്ക് ധൈര്യമായി പറയുവാനായി സാധിക്കുന്നു, നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമാണോ? നമ്മുടെ വാക്കുകൾ ദൈവത്തിന് പ്രസാദമാണോ? നമ്മുടെ ചിന്തകൾ ദൈവത്തിന് പ്രസാദമാണോ? നമ്മുടെ ആത്മീക ജീവിതം ദൈവത്തിന് പ്രസാദമാണോ? നാം ഒന്ന് പരിശോധിക്കുന്നത് ഇത്തരത്തിൽ നല്ല കാര്യമാണ്. ദൈവത്തിന് പ്രസാദമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്താൽ സാക്ഷ്യം പ്രാപിപ്പാൻ കാരണമായി തീരും. ദൈവത്താൽ ലഭിച്ച സാക്ഷ്യം വളരെ അനുഗ്രഹമായ ഒരു കാര്യമാണ്. ഒരിക്കൽ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ഫിലിപ്പോസ് നഥനയേലും കൊണ്ട് വരുന്നതായി നമുക്ക് കാണാനായി സാധിക്കുന്നു. നഥനയേൽ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ യേശു പറയുകയാണ്, ഇതാ സാക്ഷാൽ ഇസ്രായേലി, ഇവരിൽ കപടമില്ല. ആരാണ് നഥനയേലിനെ കുറിച്ച് ഈ സാക്ഷ്യം പറയുന്നത്? നഥനയേൽ ചോദിക്കുക, നിനക്ക് എവിടെ വെച്ച് എന്നെ അറിയാമെന്ന്. സകല ഹൃദയങ്ങളെ പരിശോധിക്കുന്ന അഗ്നിയായിരിക്കുന്ന കണ്ണുള്ളവനായ ദൈവം നഥനയേലിനെ നോക്കി പറയുകയാണ്, ഇവൻ സാക്ഷാൽ ഇസ്രായേലിനാണെന്ന്. ഇന്ന് നമ്മെ നോക്കി സർവശക്തനായ ദൈവം നല്ല സാക്ഷ്യം പറയുന്ന ഒരു അനുഭവം ഉണ്ടോ എന്ന് നാം ഒന്ന് പരിശോധിക്കുന്നത് ഈ സമയത്ത് നല്ലതാണ്. ഇനി നാലാമതായിട്ട് ഹാനോക്കിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, അവൻ ദൈവസന്നിധി പ്രവചിച്ചു എന്ന് കാണാനായി സാധിക്കുന്നു. ഒന്ന്, ദൈവത്തോടു കൂടെ നടന്നവൻ. രണ്ട്, ദൈവത്തെ പ്രസാദിപ്പിച്ചവൻ. മൂന്ന്, വിശ്വാസത്താൽ അവൻ സാക്ഷ്യം പ്രാപിച്ചവൻ. നാല്, അവൻ പ്രവചിച്ച വ്യക്തിയായി നമുക്ക് കാണാം. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് യൂദ അപ്പോസ്തലനാണ്. അവിടെ ഇങ്ങനെയാണ് നമുക്ക് വായിപ്പാൻ കഴിയുന്നത്, ഇതാ അവൻ എല്ലാവരെയും വിധിപ്പാൻ അവൻ 1000 വിശുദ്ധന്മാരുമായി മടങ്ങി വരുന്നു എന്ന്. അതായത് ദൈവദാസനായിരിക്കുന്ന ഹാനോക്കിനെതിരെ പറഞ്ഞ നിഷ്ഠൂര പ്രവൃത്തികളോടുള്ള ബന്ധത്തിൽ അവനെ വിധിപ്പാനായി 1000 വിശുദ്ധന്മാരുമായി വരുന്നു എന്ന്. ദൈവദാസനായിരിക്കുന്ന ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നവനെങ്കിലും അവനെ കുറിച്ച് നിഷ്ഠൂര പ്രവൃത്തികൾ പറയുവാനായി അനേക വ്യക്തികൾ രംഗത്ത് കടന്നു. പള്ളുവാക്കുകളും കോറുവാക്കുകളും കുത്തുവാക്കുകളും പരിഹാസ വാക്കുകളും വേദനിപ്പിക്കുന്ന വാക്കുകളും ഒക്കെ ദൈവദാസനായിരിക്കുന്ന ഹാനോക്ക് കേട്ടു. അവന് ഭാരമുണ്ടായി. ഭാരം തോന്നിയ ഹാനോക്ക് അവന്റെ ആവലാതിയും വേവലാതിയും ദൈവത്തോട് അറിയിപ്പാന്നകളുടെയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, നമ്മുടെ ആവലാതിയും വേവലാതിയും പറയുവാൻ പറ്റിയൊരിടമുണ്ട്. അത് നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലാണ്. മനുഷ്യരുടെ മുമ്പിലല്ല നമ്മുടെ ഹൃദയം തുറക്കേണ്ടത്. നമ്മുടെ വേവലാതി പറയേണ്ടത് നാം ദൈവത്തോട് ആവലാതി പറയുമ്പോൾ നമ്മുടെ വേവലാതിയും ആവലാതിയും സങ്കടവും കണ്ണുനീരും കാണുന്ന ഒരു ദൈവം സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമാണ് എന്ന് കാണാം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു റിബേക്കയെ കാണാനായി സാധിക്കുന്നു. ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയായി നമുക്ക് റിബേക്കയെ കാണാം. അവളുടെ ഉള്ളിൽ കുഞ്ഞുങ്ങൾ തമ്മിൽ തിക്കുന്ന അനുഭവത്തിൽ അവൾ പറയുകയാണ്, ഞാൻ എന്തിനു ജീവിക്കുന്നു? കുഞ്ഞുങ്ങൾ തമ്മിൽ തിക്കുന്ന അനുഭവത്തിൽ വല്ലാതെ ഭാരപ്പെടുന്ന റിബേക്ക പറയുക, ഞാൻ എന്തിനാ ജീവിക്കുന്നേ എന്ന് പറഞ്ഞ് അവൾ ആത്മഹത്യ ചെയ്യാനല്ല പോയത്, അവൾ ദൈവത്തോട് ആലോചന ചോദിക്കാനായി പോയി. എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർപ്പിക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ പ്രതിസന്ധിയിൽ, തിക്കലിന്റെ അനുഭവത്തിൽ, വേദനയുടെ അനുഭവത്തിൽ, സങ്കടത്തിന്റെ അനുഭവത്തിൽ, വഴി അടയപ്പെട്ട അനുഭവത്തിൽ നമുക്ക് ആലോചന ചോദിക്കുവാൻ പറ്റിയ ഒരിടമുണ്ട്. അത് കർത്താവിന്റെ സന്നിധിയിലാണ്. അങ്ങനെ ദൈവസന്നിധിയിൽ ആലോചന പ്രാപിക്കുമ്പോൾ ദൈവം നമ്മെ ആശ്വാസവദനം കൊണ്ട് നിറയ്ക്കുന്ന ദൈവമാണ്. റിബേക്ക ദൈവത്തിൽ കടന്നു ചെന്നപ്പോൾ റിബേക്കയോട് ദൈവം കൃത്യമായി വ്യക്തമായി സംസാരിപ്പാനൊക്കെയായി. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത എന്നാണ് ചോദിച്ചാൽ, ദൈവത്തിന്റെ അടുക്കൽ ആവശ്യങ്ങളുമായി കടന്നു വരുന്നവരോട് സംസാരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. കണ്ണുണ്ടെങ്കിലും കാണാത്ത ദൈവമല്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത ദൈവമല്ല, വായുണ്ടെങ്കിൽ സംസാരിക്കാത്ത ദൈവമല്ല. നമ്മുടെ ശബ്ദം കേട്ട് നമ്മുടെ കണ്ണുനീര് കണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മോട് സംസാരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് സേവിപ്പാൻ കാരണമായി തീർന്നത്. ആർക്കാണ് ഇത് കഴിയുന്നത്? വിശ്വാസത്തിന്റെ നടപ്പുള്ളൊരു വ്യക്തി. വിശ്വാസത്താൽ സ്റ്റെപ്പ് വെക്കുമ്പോൾ നിന്നോടുകൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ട്. സർവശക്തനായ കർത്താവെ നോക്കി യാത്ര ചെയ്യുന്ന ഒരുവന്റെ ജീവിതത്തിൽ ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്ക് തെല്ലും ഭയപ്പെടാതെ യാത്ര ചെയ്യുമ്പോൾ നിന്നോടുകൂടെ നടക്കുന്ന, നിന്നെ അത് പ്രതിസന്ധിയിൽ നിന്ന് വിടിവിക്കുന്ന, നിന്റെ മുമ്പിലുള്ള വഴികളെ അടച്ചു കളയുന്ന മണ്ഡലത്തിൽ നിന്ന് അത് തുറന്നു തരുന്ന ഒരു ദൈവത്തെയാണ് നാം ഓരോരുത്തരും സേവിക്കുന്നത്. നമ്മുടെ ദൈവം അന്നെന്ന പോലെ ഇന്നും പ്രവർത്തിക്കുന്നവനാണ്. അപ്പോസ്തല പിതാക്കന്മാരുടെ കൂടെ ഇരുന്ന്, അതെ, ആദ്യ കാലഘട്ടങ്ങളിൽ
ദൈവദാസന്മാരുടെ കൂടെ ഇരുന്ന് പ്രവർത്തിച്ച ദൈവം ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. ബൈബിളിൽ പറയുന്ന കർത്താവായ യേശുക്രിസ്തു ഇന്നും പ്രവർത്തിക്കുന്നവനാണ്. അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ മരിച്ചു അടക്കപ്പെട്ടു, എന്നാൽ ഉയർത്തെഴുന്നേറ്റു ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്ന ദൈവമാണെങ്കിൽ നമ്മുടെ ഏത് വലിയ പ്രശ്നത്തിന്റെ മുമ്പിൽ, ഭാരത്തിന്റെ മുമ്പിൽ, വേദനയുടെ മുമ്പിൽ, സങ്കടത്തിന്റെ മുമ്പിൽ നമ്മെ സഹായിപ്പാൻ അവൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. അതെ, അതിനുവേണ്ടി നമുക്ക് വിശ്വാസത്തോടെ നമ്മുടെ സ്റ്റെപ്പുകൾ വെക്കുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. വിശ്വാസത്താൽ ദൈവദാസനായിരിക്കുന്ന ഹാനോക്ക് നടന്നതുകൊണ്ട് ഹാനോക്കിന്റെ ജീവിതത്തിൽ വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിപ്പാൻ, വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, വിശ്വാസത്താൽ പ്രവചിക്കുവാൻ കർത്താവ് അവനെ ബലപ്പെടുത്തുവാനൊക്കെ ഇടയായി. ദൈവം നമ്മെ സഹായിക്കട്ടെ.